അല്ല അതിൻ്റെ ഇടയിൽ പോയി, അത് അപ്രതീക്ഷിതമായിരുന്നു. പക്ഷേ ഇത് സ്മാർട്ട് പാലക്കാട് എന്നുള്ളത് പാലക്കാടിൻ്റെ വിവിധ മേഖലകൾ കഴിവ് തെളിയിച്ച പ്രതിഭകളെ എല്ലാ വർഷവും ആദരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ഈ വർഷവും പാസ്സായ കുട്ടികളുണ്ട്, ഈ വർഷവും പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടാക്കിയ ആളുകളുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന അപ്പം ഇത് ഇവിടുന്ന് പോയപ്പോൾ ഇത് പരിപാടി കഴിഞ്ഞോ എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒന്നാണെന്ന് തോന്നി. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തപ്പോൾ കുട്ടികളെല്ലാം വന്നു, സന്തോഷം. അവർ ഉമ്മൻചാണ്ടി സാറുടെ പേരിലാണ് കഴിഞ്ഞ വർഷം മുതൽ ഓണർ ചെയ്യുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറുടെ പേരിൽ പ്രഖ്യാപിച്ച എൻഡോമെൻറ്റും അങ്ങനെ വഴിവെച്ച് നിൽക്കാൻ പാടുന്നൊന്നല്ലല്ലോ. അപ്പോൾ അതിപ്പോൾ ഞാനില്ലെങ്കിലും, അതിവിടെ പദവിയിൽ ഞാനിവിടെ ഇല്ലെങ്കിലും അത് തുടരുന്നൊരു സാഹചര്യമുണ്ട്. ആ സ്മാർട്ട് പാലക്കാട് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. തുടരുന്ന സാഹചര്യമുണ്ട്. പാലക്കാടിൽ ഒട്ടേറെ പ്രതിഭകളുണ്ട്. അവർക്ക് ഒരു ക്യാൻവാസായിട്ട് ഇത് വരുന്ന വർഷങ്ങളിലും പ്രവർത്തിക്കും. ഇനിയിപ്പോൾ പുതിയ MLA ഒക്കെ വരുമ്പോൾ അവരൊക്കെ ഇതിൽ പോസിറ്റീവായിട്ട് ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിനകത്ത് വ്യക്തത വരുത്തേണ്ടത് സർക്കാർ തന്നെയാണ്. എസ്റ്റിമേറ്റ്സും ആക്ച്വൽസും തമ്മിലുള്ള വ്യത്യാസവും എസ്റ്റിമേറ്റ്സിലെ എസ്റ്റിമേഷനും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ കൺവിൻസിംഗ് ആയിട്ട് രീതിയിൽ മറുപടി പറയേണ്ടത് സർക്കാർ തന്നെയാണ്. ജനങ്ങൾക്ക് വ്യക്തത വരുത്തി കൊടുക്കണം, ജനങ്ങളെ കൺവിൻസ് ആവുന്ന തരത്തിൽ വ്യക്തത വരുത്തി കൊടുക്കണം എന്നുള്ളതാണ് കരുതലായ അഭിപ്രായം. അത് വൈകുന്നത് നീതിയല്ല. പിന്നെ വയനാടുണ്ടായ ദുരന്തം സമാനതകളില്ലാത്തൊരു വലിയ ദുരന്തമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കേരളം അർഹിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പാക്കേജ് കേരളം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അതിനോടൊപ്പം ഞാൻ വടകരയുടെ MP ആണ്. എൻ്റെ ഞങ്ങളുടെ വെലങ്ങാട് സംസ്ഥാനം ഇതുവരെ ഒന്നും തന്നിട്ടില്ല, 1 രൂപ പോലും. വെലങ്ങാടിൻ്റെ ധനസഹായം 1 രൂപ പോലും സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതുവരെ തന്നിട്ടില്ല. അവിടെ താൽക്കാലിക വേതനം ഇതുവരെ കൊടുത്തില്ല. അവിടെ ആളുകൾക്ക് വാടകയ്ക്ക് മാറുന്ന ആളുകൾക്കുള്ള സഹായം ഇതുവരെ കൊടുത്തില്ല. അവിടെ സന്നദ്ധ സംഘടനകളും ഞങ്ങളും കൂടെ ചേർന്ന് നടത്തിയ കാര്യങ്ങളല്ലാതെ ഇതുവരെ ഔദ്യോഗികമായിട്ട് 1 രൂപയുടെ സഹായം പോലും വെലങ്ങാടിലെത്തിയിട്ടില്ല. അപ്പോൾ വയനാടിൻ്റെ എല്ലാ പരിഗണനയും വെലങ്ങാടിനും ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ ഓണം കഴിഞ്ഞു, അവിടെ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തിയ JCBക്കാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതുവരെ അവരുടെ പൈസ പോലും ഫുള്ളായിട്ട് കൊടുത്തു തീർത്തിട്ടില്ല. അവരൊക്കെ സാധാരണക്കാരല്ലേ, എണ്ണ അടിക്കാനും ഡ്രൈവറുടെ കൂലി. ഇപ്പോൾ ഓണമായിട്ട് അവർ ചോദിക്കുക, സാറേ ഞങ്ങൾ പട്ടിണി അടക്കണമെന്നുള്ളത്. അപ്പം ഈ വിവേചനങ്ങളെല്ലാവരും അവസാനിപ്പിക്കണം, കേന്ദ്രം അവസാനിപ്പിക്കണം. സംസ്ഥാന സർക്കാരും വെലങ്ങാടിൻ്റെ കാര്യത്തിൽ ഈ കാണിക്കുന്ന ഒരു ഉദാസീനമായ നിലപാട് ശരിയല്ല. എത്രയും പെട്ടെന്ന് നിങ്ങളതൊന്ന് പരിശോധിക്കുക, നിങ്ങളുടേതായിട്ടുള്ള സോഴ്സസ് നിങ്ങൾ പരിശോധിക്കുക. വെലങ്ങാട് ഇതുവരെ എന്താ കൊടുത്തിട്ടുള്ളത്? എല്ലാം സന്നദ്ധ സംഘടനകളും അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളും ഞങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ അതുകൊണ്ടൊന്നും ആവില്ലല്ലോ. വെലങ്ങാട് ആളുകൾ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഞങ്ങൾ 20 വീട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എവിടെ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്, സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, അത് ഏറ്റെടുക്കുന്ന കാര്യം എങ്ങനെയാണ്, ഇതിനെ സംബന്ധിച്ചൊന്നും ഗൗരവതരമായൊരു ഫോളോ അപ്പ് നടപടികളും സർക്കാർ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അത്തരം വിവേചനങ്ങൾ കേന്ദ്രം സംസ്ഥാനത്തോടും സംസ്ഥാനം വെലങ്ങാടിനോടും ഉള്ളത് അവസാനിപ്പിക്കണം.